വളരെ കുറച്ച് സംഭാഷണങ്ങളുള്ള ഒരു അനുഭവക്കുറിപ്പ് പോലെ ഒരു ഫസ്റ്റ് പേഴ്സൺ നരേഷനിൽ നിന്നുള്ള നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. അത്തരത്തിലുള്ളൊരു നോവലിനെ സിനിമ പോലെ ടിപ്പിക്കലി സംഭാഷണങ്ങൾക്കേറെ പ്രാധാന്യമുള്ള ഒരു ഫോർമാറ്റിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ വെല്ലുവിളിയാണ്. ആദ്യമായി ഒരാടിൻ്റെ പാല് കറക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് അതിൻ്റെ ചവിട്ടും കൊണ്ട് നിലത്ത് വീണ് കിടന്ന് എന്നാൽ ഒരാടിനെ കറന്നിട്ടേ ഉള്ളൂ കാര്യം എന്ന വാശിയോടെ എന്നിട്ടും ഒരാടിനെ മെരുക്കി ഞാനതിൻ്റെ മുലയിൽ കൈവച്ചു. എൻ്റെ പാൽപാത്രത്തിലേക്ക് ആദ്യത്തെ തുള്ളി പാൽ ചീറ്റി വീണപ്പോൾ ഞാൻ അനുഭവിച്ച നിർവൃതി അതെത്രയെന്ന് പറഞ്ഞറിയിക്കുക വയ്യ എന്ന് ബെന്യാമിന് എഴുതാൻ എളുപ്പമാണ്. എന്നാൽ അത് വിഷ്വലി ഒരു സീനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ആദ്യ കാഴ്ചയിൽ പൃഥ്വിരാജ് എന്ന നടൻ്റെ സമാനതകളില്ലാത്ത പ്രകടനത്തിനും ബ്ലെസ്സിയുടെ ക്രാഫ്റ്റിനും കൈയടിക്കുമ്പോഴും ഒരു അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ എന്ന നിലയ്ക്ക് അതിൻ്റെ ഒറിജിനൽ നോവലിനോട് എത്രത്തോളം നീതി പുലർത്തി എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നു. നോവലിലെയും സിനിമയിലെയും പ്രധാനപ്പെട്ട കഥാസന്ദർഭങ്ങൾ പരാമർശിക്കുന്നുണ്ടാകും വീഡിയോയിൽ. അതുകൊണ്ട് സ്പോയിലർ ഓക്കെ ആണെങ്കിൽ മാത്രം തുടർന്ന് കാണുക. ഒരു അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ എന്ത് കൊള്ളണം എന്ത് തള്ളണം എന്നുള്ളത് പൂർണ്ണമായും എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണെന്നിരിക്കെ പലയിടത്തും ഒറിജിനൽ നോവലിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ ഒഴിവാക്കുകയും അതേസമയം അത്രത്തോളം പ്രസക്തമല്ല എന്ന് നമുക്ക് തോന്നുന്ന ഭാഗങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതും പലയിടത്തും ആടുജീവിതത്തിൻ്റെ സ്ക്രീൻ പ്ലേയിൽ കാണാം. സിനിമയിൽ നജീബിൻ്റെ മരുഭൂമിയിലെ ജീവിതം 3 ഘട്ടങ്ങളിലായി 3 വ്യത്യസ്ത ലുക്കുകളിലായിട്ടാണ് നമുക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒന്നാമത് വിമാനമിറങ്ങി മസറയിലെത്തുന്ന ആദ്യ 1-2 ദിവസങ്ങൾ. രണ്ടാമത്തത് ഇതാണ് തൻ്റെ ജീവിതം എന്ന് ഉൾക്കൊണ്ട് ആടുജീവിതത്തിലേക്കുള്ള നജീബിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡാണ്. മൂന്നാമത്തത് പൂർണ്ണമായും ആടുജീവിതത്തിലെത്തി കണ്ടാൽ പോലും മനസ്സിലാവാത്തൊരു രൂപത്തിലേക്ക് നജീബ് മാറിയ ശേഷമുള്ള കാലഘട്ടം. പിന്നെ ഒരു അനുബന്ധം പോലെ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമുള്ള നജീബിൻ്റെ ജയിൽവാസവും അതേപോലെ ഗൾഫിലേക്ക് വരുന്നതിന് മുമ്പെയുള്ള നാട്ടിൻ പുറത്തെ കുറച്ചു ഭാഗങ്ങളും. 43 അധ്യായങ്ങളുള്ള നോവലും ഇതേപോലെ 5 ഭാഗങ്ങളായി തിരിക്കാം. 6 മുതൽ 15 വരെ 10 അധ്യായങ്ങളായാണ് നജീബ് വിമാനമിറങ്ങുന്നതും അവിടുന്ന് ശേഷം മസറയിലേക്ക് പോകുന്നതും അവിടുത്തെ ആദ്യത്തെ 1-2 ദിവസങ്ങളും ബെന്യാമിൻ വിവരിക്കുന്നത്. ആടുജീവിതം എന്ന ടൈറ്റിലിനെ അന്വർത്ഥമാക്കുന്നതാണ് 2ാം ഘട്ടം. മസറയിലെ ആടുകളുമായി നജീബിനുണ്ടാകുന്ന ഇമോഷണലും ഫിസിക്കലുമായ ബോണ്ടിങ്ങും ആടുജീവിതത്തിലേക്കുള്ള നജീബിൻ്റെ ഒരു പരിണാമവും ഇവിടെയാണ് സംഭവിക്കുന്നത്. 16 മുതൽ 27 വരെ ഈ 12 അധ്യായങ്ങൾ കഴിയുമ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് ആടുകളെ പോലെ അവരുടെ കൂടെ വെള്ളം കുടിക്കുന്ന പച്ച ഗോതമ്പിൽ നിന്നൊരു ആടായി നജീബ് രൂപാന്തരം പ്രാപിക്കുന്നുണ്ട്. 3ാം ഘട്ടത്തിൽ ഒരു 3-4 അധ്യായങ്ങൾ ഹക്കീമും ഇബ്രാഹിം ഖാദരിയുമായുള്ള രക്ഷപ്പെടാനുള്ള പ്ലാനിങ്ങും പിന്നെ ഒരു 10ഓളം അധ്യായങ്ങൾ അവരുടെ ആക്ച്വൽ ഡെസേർട്ട് ക്രോസിങ്ങുമാണ്. അധികാരികൾക്ക് പിടി കൊടുക്കുന്നതും ശേഷം ജയിലിനകത്തുള്ള വിശേഷങ്ങളും അവസാനം ഡീപ്പോർട്ട് ചെയ്യുന്നതും അടക്കമുള്ള ഭാഗങ്ങൾക്ക് തുടക്കത്തിൽ 4ഉം അവസാനം 1ഉം അടക്കം 5 അധ്യായങ്ങൾ. അവസാനമായി സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലുള്ള ഫ്ലാഷ് ബാക്ക് പോർഷൻസ് ഒരൊറ്റ അധ്യായത്തിൽ ഒതുക്കുന്നുണ്ട് ബെന്യാമിൻ. സിനിമയിലേക്ക് വരുമ്പോൾ ബ്ലെസ്സി പ്രധാനമായും മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് 2 ഭാഗങ്ങൾക്കാണ്. ഈ പറഞ്ഞ പോലെ കേരളത്തിലെ ഫ്ലാഷ് ബാക്ക് പോർഷൻസും പിന്നെ മരുഭൂമിയിലെ നജീബിൻ്റെ ആടുജീവിതത്തിലേക്കുള്ള ട്രാൻസിഷൻ അടങ്ങുന്ന 2ാം ഘട്ടവും. അതിൽ ഈ ഫ്ലാഷ് ബാക്കിലെ ഏച്ചുകെട്ടലുകൾ ഒരു ക്രിയേറ്റീവ് ലിബർട്ടി എന്നുള്ള രീതിയിൽ കണ്ണടച്ചാലും നജീബിൻ്റെ ആടുജീവിതത്തിലേക്കുള്ള ട്രാൻസിഷൻ അടങ്ങുന്ന 2ാം ഘട്ടം സിനിമ നോവലിനോട് ഒട്ടും നീതി പുലർത്താത്ത പോലെ തോന്നി. ഉദാഹരണത്തിന് ആട് മേയ്ക്കുന്നതിനിടെ പൂർണ്ണ ഗർഭിണിയായ ഒരു ആടിൻ്റെ പ്രസവത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് നജീബ്. തൻ്റെ മകനിടാൻ വെച്ച നബീൽ എന്ന പേര് അയാൾ ആട്ടിൻകുട്ടിക്കിടുന്നു. മകനെ പോലെ ഓമനിച്ച് അതിനെ വളർത്തുന്നു. ഒരിക്കൽ അർബാബിൻ്റെ ക്രൂരതയിൽ നിന്ന് തൻ്റെ നബീലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന് നജീബ് അടി വാങ്ങുന്നതും അവസാനം ഒരു വിഷപ്പാമ്പിൻ്റെ കടിയേറ്റ് നബീൽ മരിക്കുന്നതും നോവലിലെ ഒരു പ്രധാനപ്പെട്ട ആർക്കാണ്. അത് സിനിമയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നു. അതേപോലെ നോവലിൽ നജീബ് നിരന്തരം ആടുകളുമായി മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പോച്ചക്കാരി രമണിയെന്നും അറവ് റാവത്തിലെന്നും മേരി മൈമൂന എന്നെല്ലാം പേരിട്ട് ഇയാൾ ആടുകളെ വിളിക്കുന്നുണ്ട്. ഇയാളുടെ സങ്കടങ്ങളും പ്രതീക്ഷകളും ഒറ്റപ്പെടലിൻ്റെ വേദനയുമെല്ലാം പങ്കുവെക്കുന്നത് ഈ ആടുകളുമായിട്ടാണ്. സിനിമയിൽ മസറയിൽ വന്ന് 2ാം ദിവസം പാല് കറക്കുമ്പോൾ ആ ആടുമായിട്ട് സംസാരിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ നജീബ് മലയാളത്തിൽ ആടുകളുമായിട്ട് സംസാരിക്കുന്നത് അവസാനം പോകുന്നതിന് മുമ്പെയുള്ള വിടവറച്ചിൽ സീനിലാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള സീനുകളിലാവട്ടെ ആടുകളുടേതുപോലൊരു ശബ്ദമുണ്ടാക്കിയാണ് ഈ ആശയവിനിമയം മുഴുവൻ നടക്കുന്നത്. നോവലിൽ കടുത്ത തൃഷ്ണ വന്നൊരു ദിവസം ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രംഗമുണ്ട്. സിനിമയിൽ അത് ഉൾക്കൊള്ളിക്കാനുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ടാകും.
സെൻസർഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും, അത് മനസ്സിലാക്കുന്നു. എന്നാൽ അസഹനീയമായ തണുപ്പുള്ള രാത്രികളിൽ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായി ഈ ചെമ്മരിയാടുകളെ കെട്ടിപ്പിടിച്ച് നജീബ് കിടക്കുന്ന കാര്യം വിവരിക്കുന്നുണ്ട്. ഈ ആടുകളുടെ കൂടെ കിടക്കുന്നതൊക്കെ നജീബിന്റെ ആടുജീവിതത്തിലേക്കുള്ള പരിണാമത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇതും സിനിമയിൽ ഒഴിവാക്കപ്പെടുന്നു. അതേപോലെ മസറയിൽ നിന്ന് രക്ഷപ്പെടാൻ നജീബ് ഓടുമ്പോൾ അർബാബ് നജീബിന് നേരെ വെക്കുന്ന വെടി ഏറ്റുവാങ്ങി മരിക്കുന്ന ഒരു ആടുണ്ട് നോവലിൽ. അന്ന് രാത്രി ഈ അർബാബ് ഈ ആടിനെ ചുട്ട് നജീബിനെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതും നജീബ് അതിനുശേഷം അത് ഛർദ്ദിച്ച് കളയുന്നതും എല്ലാം വളരെ ഇമോഷണലായ രംഗമാണ്. അയാൾക്കൊരിക്കലും ആട്ടിറച്ചി കഴിക്കാൻ പറ്റില്ല. അയാൾ ആടുകളുമായി അത്രത്തോളം ബോണ്ടഡ് ആണ്. ഈ ആസ്പെക്ട് സിനിമയിൽ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റഡ് ആയി എന്നുള്ളതിൽ സംശയമുണ്ട്. കഫീലിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ തലേന്ന് മസറയിൽ കുറേ അറബികൾ കൂട്ടം കൂടി ഭക്ഷണം കഴിച്ച ശേഷം ഈ അർബാബ് ഒരു ആടിൻ്റെ കാല് നജീബിന് കൊടുക്കുന്നുണ്ട്. അയാൾ പക്ഷേ അത് കഴിക്കാണ്ടത് നോക്കി നിൽക്കുകയാണ്. പക്ഷെ വൈസോ എന്നുള്ള കാര്യം സിനിമയിൽ അത്ര ക്ലിയർ അല്ല. കാരണം സിനിമയിൽ കാര്യമായ ഒരിടത്തും നജീബിന് ഈ ആടുകളുമായി ഉണ്ടാകുന്ന ബോണ്ടിങ് കാണിക്കുന്നേയില്ല. വളരെ പ്രധാനപ്പെട്ട ഈ പരിണാമഘട്ടം സിനിമയിൽ വളരെ തിരക്ക് പിടിച്ച് കാണിച്ചൊരു ഫീലായിരുന്നു. നോവലിലെ ഏറ്റവും മനോഹരമായി എഴുതപ്പെട്ട ആ ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയത് വലിയ നിരാശയായി. നോവലിൽ 12ഓളം അധ്യായങ്ങളിൽ വളരെ വിശദമായി പറയുന്ന ഈ ഭാഗം എന്നാൽ സിനിമയിൽ ഇൻ്റർവെല്ലിന് മുമ്പുള്ളൊരു 10-15 മിനിറ്റിൽ ഒതുക്കുകയാണ്. മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ കുറേയൊക്കെ സ്പിരിച്വൽ ആവുന്നുണ്ട് നോവൽ. പലതവണ നജീബ് ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. വിശ്വാസവും പ്രതീക്ഷയും മുറുകെ പിടിച്ചത് കൊണ്ടാണ് ഈ ഒരു പീരീഡിലൂടെ നജീബിന് കടന്നു പോകാൻ കഴിഞ്ഞത് എന്നുള്ളൊരു നെറേറ്റീവാണ് നോവലിൽ. സിനിമയിലാകട്ടെ കരഞ്ഞുകൊണ്ട് പടച്ചോൻ എന്തിനാ വിളിക്കുന്നത്, പടച്ചോൻ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നൊരു ആത്മകഥം നജീബിനെ കൊണ്ട് പറയിക്കുന്നതിലൂടെ ഈ ഒരു സ്പിരിച്വൽ സൈക്കോളജിക്കൽ സാധ്യതകളെ ഒറ്റയടിക്ക് ബ്ലസി അങ്ങ് തള്ളിക്കളയാണ്. സിനിമയിൽ വളരെയധികം നിരാശ തോന്നിയ മറ്റൊരു ഭാഗമായിരുന്നു നജീബും ഇബ്രാഹിം ഖാദിരിയും മരുപ്പച്ച കാണുന്ന രംഗം. ശിരസിൽ തീയാളുകയായിരുന്ന എൻ്റെ കാതിൽ ആ ശബ്ദം പതിച്ചു. ഞാൻ ഭ്രാന്തനെ പോലെ അങ്ങോട്ട് ചെന്നു. ഞാൻ കണ്ടു, എൻ്റെ തുറന്ന കണ്ണുകൾ കൊണ്ട് കണ്ടു. ചെടിക്കൂട്ടങ്ങൾക്കിടയിൽ ഒരിടത്തൊരു ചെറിയ ഉറവ, ജലസമൃദ്ധി. ദാഹാർത്തി മൂലം ഞാൻ ആ വെള്ളത്തിനരികിലേക്ക് വീണു. പെട്ടെന്ന് ഇബ്രാഹിം എന്നെ പിടിച്ചു മാറ്റി. കുടിക്കരുത്, അവൻ അലറി. എൻ്റെ കണ്ണുകൾ തിളച്ചു. എൻ്റെ ചോരയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് അവൻ്റെ പിടലിക്ക് അടിച്ചു. അപ്രതീക്ഷിതമായ ആ അടിയിൽ അവൻ വേച്ചുപോയി. ഞാൻ പിന്നെയും വെള്ളത്തിനരികിലേക്ക് നീങ്ങി. പെട്ടെന്ന് ഇബ്രാഹിം എൻ്റെ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ദൂരെ കൊണ്ടുപോയി കിടത്തി. നായേ വിടടാ, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം കുടിക്കണം, ഞാൻ ചീറി എന്നിങ്ങനെ തുടങ്ങി. ആർത്തിയോടെ അവൻ ആ വെള്ളമെല്ലാം കുടിച്ചു തീർക്കുന്നത് കാണാനാവാതെ ഞാൻ കണ്ണടച്ചു കിടന്നു. പെട്ടെന്ന് എൻ്റെ ചുണ്ടിൽ ഒരു നനവ്. ഞാൻ കണ്ണു തുറന്നു. ഇബ്രാഹിം എൻ്റെ അരികിലിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ ഒരു നനഞ്ഞ തുണി കഷ്ണമുണ്ട്. അതുകൊണ്ട് അവൻ പതിയെ എൻ്റെ ചുണ്ട് നനയ്ക്കുകയാണ്. ആർത്തിയോടെ ഞാൻ വായ തുറന്നു. അതിൽ നിന്ന് ഒരു തുള്ളി എൻ്റെ നാവിലേക്ക് വീണതും ഞാൻ പിടഞ്ഞെണീറ്റു. നാക്കിൽ ആസിഡ് വീണ് പൊള്ളിയതുപോലെ. അവൻ പിന്നെയും എൻ്റെ വായിലേക്ക് തുണി കഷ്ണം തിരികെ വെച്ച് തന്നു. അതിൽ നിന്ന് ഓരോ തുള്ളിയായി വെള്ളം എൻ്റെ നാവിലേക്ക് ഊറി വന്നു. അപ്പോഴൊക്കെ വലിയ വായിൽ നിലവിളിക്കാനുള്ള പൊള്ളൽ എനിക്കുണ്ടായിരുന്നു. അവൻ പിന്നെയും പോയി തുണി നനച്ചു വന്നു. നാവിൽ നിന്ന് പതിയെ വെള്ളം തൊണ്ടയിലേക്ക് അരിച്ചിറങ്ങി. നനഞ്ഞിടമെല്ലാം പൊള്ളിച്ചുകൊണ്ടാണ് ആ നനവ് എൻ്റെ വയറ്റിലെത്തിയത്. പിന്നെയും നിരവധി പ്രാവശ്യം വെള്ളം നനച്ചു വെച്ച ശേഷമാണ് എൻ്റെ പൊള്ളൽ പതിയെ അവസാനിക്കുന്നതും അതെന്നിൽ ഒരു ദാഹമായി വളരുന്നതും. അവൻ എന്നെ ആ ഉറവയ്ക്ക് അരികിലേക്ക് നടത്തിക്കൊണ്ടുപോയി വെള്ളം കൈക്കുമ്പിളിൽ കോരി എൻ്റെ വായിലേക്ക് എത്തിച്ചു തന്നു. മതിയാവോളം ഞാൻ കുടിച്ചു. വരണ്ടു പറ്റിയിരുന്ന എൻ്റെ ഓരോ കോശങ്ങളിലേക്കും ആ നനവ് പടർന്നു ചെല്ലുന്നത് ഞാൻ സുഖത്തോടെ അറിഞ്ഞു. അവസാനം ഞാൻ മതിയെന്ന് പുലമ്പിയപ്പോഴും ഒരു വലിയ ക്ഷീണത്തോടെ നിലത്തേക്ക് കുഴഞ്ഞു വീണു. അപ്പോൾ മാത്രമാണ് ഇബ്രാഹിം ഖാദരി തൻ്റെ നാവിലേക്ക് നനഞ്ഞ തുണി ആദ്യമായി നീട്ടുന്നത്. എൻ്റെ നന്ദികേടോർത്ത് ഞാൻ വിങ്ങി കരഞ്ഞു. വളരെ ഇമോഷണലായ ഒരു ഭാഗമാണ്. സിനിമയിലാകട്ടെ എന്നാൽ ഇബ്രാഹിം ഖാദരി എന്തുകൊണ്ട് നജീബിനെ പിടിച്ചു വെച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ നജീബിന് ഓരോ തുള്ളിയായി വായിലേക്ക് വീഴുമ്പോൾ അത് ആസിഡ് പൊള്ളി എന്നതൊന്നും എനിക്ക് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ആയില്ല. ഇമോഷണലി അങ്ങേയറ്റം ഹൈ കിട്ടേണ്ട ഒരു സീൻ വളരെ പ്ലെയിൻ ആയിപ്പോയി ബ്ലസ്സിയുടെ തിരക്കഥയിൽ. കൂടാതെ മരുഭൂമിയിലെ ആദ്യ മഴ, പൂർണ്ണ നഗ്നനായി ഒരു രാത്രി മുഴുവൻ ആസ്വദിക്കുന്ന ഗംഭീര വിഷ്വൽ സാധ്യതയുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു നോവലിൽ. അതൊക്കെ സിനിമയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം മരുഭൂമിയിലെ മണൽ കൊടുങ്കാറ്റിൻ്റെയും പാമ്പുകളുടെ കൂട്ടത്തിൻ്റെയും എല്ലാം വിഷ്വൽ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയതും കൈയ്യടി അർഹിക്കുന്നുണ്ട്. സിനിമ കഴിഞ്ഞ് തിരിച്ചാലോചിക്കുമ്പോൾ സൈനുവുമായുള്ള പ്രണയരംഗങ്ങളെക്കാൾ പാട്ടുകളെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നത് ആടുജീവിതത്തിനായിരുന്നു എന്ന് തോന്നുന്നു. ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് 5-6 മിനിറ്റും 3/4 മണിക്കൂറോളമുള്ള അതികഠിനമായ ഡെസേർട്ട് ക്രോസിംഗിൽ നിന്ന് കുറച്ച് സമയവും എടുത്ത്
നജീബും ആടുകളും തമ്മിലുള്ള ഇമോഷണൽ ഫിസിക്കൽ ബോണ്ടിങ് സീനുകൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ തിരക്കഥ വേറൊരു തലത്തിലേക്ക് പോയനെ എന്നും തോന്നുന്നു. ആടുജീവിതം സിനിമയുടെ ഫസ്റ്റ് കട്ട് 4 മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു എന്ന് ബ്ലെസ്സി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. ഒരുപക്ഷെ ഈ പറഞ്ഞ സീനുകളൊക്കെ അതിലുണ്ടാവും. ആടുജീവിതം എന്ന നോവലിന്റെ പൂർണ്ണമായ ചലച്ചിത്രാവിഷ്കാരം കാണാൻ ആ ഡയറക്ടേഴ്സ് കട്ടിനായി കാത്തിരിക്കുന്നു എന്നൊരു ആടുജീവിതം ഫാൻ. താങ്ക്സ്.